ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു പ്രെറ്റി ടോക്സ്. ഈ വാവിട്ട് പറഞ്ഞു പോയൊരു കാര്യം PR വർക്കേഴ്സിനെ വെച്ചിട്ട് മാക്സിമം വെളുപ്പിച്ചെടുക്കാൻ ശ്രമിച്ചിട്ടും ഫലമില്ലാതായപ്പോ പേളിമാണി മാപ്പ് പറഞ്ഞൊരു വീഡിയോയുമായി വന്നിട്ടുണ്ട്. ഇതിലും ഭേദം പേളി മിണ്ടാതിരിക്കുന്നത് തന്നെയായിരുന്നു ഭേദമെന്ന് ആ വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായി. ചില സിനിമകളിലൊക്കെ ഇപ്പൊ പൊട്ടും എന്നൊക്കെ പ്രതീക്ഷിച്ചിട്ട് അവസാനം ചീറ്റി പോകുന്ന ചില രംഗങ്ങളുണ്ടല്ലോ, അതുപോലെയാണ് പേളിയുടെ മാപ്പ് പറച്ചിൽ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. ചോട്ടാ മുംബൈ എന്ന് പറഞ്ഞ സിനിമയിൽ ജഗതിയെ പോലീസ് പിടിക്കുമ്പോൾ നാരായണൻകുട്ടി ടാറ്റ പറഞ്ഞു വിട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ജഗതി തിരിച്ചു വന്ന് നാരായണൻകുട്ടിയോട് ചോദിക്കുന്നുണ്ട്. അപ്പൊ നാരായണൻകുട്ടി പറയും, ഞാൻ ടാറ്റ തന്നതല്ല, പോവണ്ട എന്ന് പറഞ്ഞതാണ്. പേളിമാണിയുടെ എക്സ്പ്ലനേഷൻ വീഡിയോയിൽ പേളിയിട്ട് ആ പോസ്റ്റ് വായിച്ചിട്ട് പേളി പറയുന്നുണ്ട്, ഞാൻ അത് അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, ഇങ്ങനെയാണെന്ന്. ശരിക്കും പറഞ്ഞാൽ കേരള ഹൗസ് ഉടൻ വിൽപ്പനയ്ക്ക് എന്ന് പറഞ്ഞ ഒരു സിനിമയില് ജയിലിൽ നിന്ന് കൊച്ചിൻ ഹനീഫ ഒരു എഴുത്ത് എഴുതുന്നുണ്ട്. അത് നരേന്ദ്രപ്രസാദ് വായിക്കുന്നത് ഒരു സ്റ്റൈലിലുമാണ്, ജയിലിൽ നിന്ന് തിരിച്ചു വന്നിട്ട് ഹനീഫിക്ക അത് വായിക്കുന്നത് വേറൊരു സ്റ്റൈലിലുമാണ്. ശരിക്കും പേളി ആ പോസ്റ്റ് വായിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. ശരിക്കും കുറച്ചു പേര് അത് കമന്റും ചെയ്തിട്ടുണ്ടായിരുന്നു, ഇതിപ്പോ ആ ഒരു സ്റ്റൈലിലാണല്ലോ പേളി അത് പ്രസന്റ് ചെയ്യുന്നത് എന്നുള്ളത്. ഹായ്, നല്ല പരിചയമുള്ള ഹാൻഡ് റൈറ്റിംഗ്. കാണും, പരിചയം കാണും. നീ ജയിലിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് എനിക്ക് അയച്ച കഥ എന്നാ കേട്ടോ, ഞാൻ വായിക്കാം. ഞാൻ ജയിലിൽ പോവാൻ കാരണക്കാരനായ ഗുണ്ടുമണി ഇപ്പോഴും അവിടെ വിലസ് നടക്കുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. അവനെ എനിക്കൊന്ന് നേർ കാണണം. അധികം തന്നെ. എന്താ ഇത് നീ എഴുതിയതല്ലെന്ന് പറയാനാണോ? അല്ല, ഞാൻ എഴുതി തന്നെയാണ്. പക്ഷെ വായിക്കേണ്ടത് അളിയൻ വായിച്ച സ്റ്റൈലല്ല. ഇതെന്റെ വേറൊരു മോഡിൽ ഞാൻ എഴുതിയതാ. ഇതാ കേട്ടോ. സ്നേഹം നിറഞ്ഞ അളിയൻ, 3-4 ദിവസത്തിനകം ഞാൻ ജയിലിൽ നിന്നിറങ്ങും. നേരെ അങ്ങോട്ടായിരിക്കും വരിക, അല്ലാതെ ഞാൻ വേറെ അവിടെ. അപ്പൊ എയറിൽ നിന്ന് ഇറങ്ങിയിട്ടില്ലെങ്കിലും ചേച്ചി യൂട്യൂബിലേക്ക് ഒന്ന് വന്നിട്ടുണ്ട്. ഹനീഫിക്ക പറഞ്ഞ പോലെ തന്നെ അല്ലാതെ വേറെ എവിടെ പോവാനാ? പ്രധാന വരുമാന മാർഗം എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ ഇൻകം തന്നെയാണല്ലോ. ഞാൻ ജയിലിൽ പോകാൻ കാരണക്കാരനായ ഗുണ്ടുമണി ഇപ്പോഴും അവിടെ വിലസി നടക്കുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. അവനെ എനിക്ക് നേരിട്ടൊന്ന് കാണണം. പിന്നെ എനിക്കെതിരെ കള്ളസാക്ഷി പറഞ്ഞ ആ ഇടിവെട്ടിച്ചത്ത പാപ്പച്ചന്റെ മകൻ ആന്റണി ഇപ്പോഴും അവിടെ ഉണ്ടാവുമല്ലോ. നിനക്കവന്റെ കയ്യോ കാല വെട്ടാനല്ലേ? അളിയൻ പിന്നെയും എന്റെ അളിയ ആന്റണിയെ കണ്ടിട്ട് വേണം അവനെ ഒന്ന് ഉപദേശിച്ച് നേരെയാക്കാൻ. കള്ളസാക്ഷി പറയുന്നത് പാവമാ, കൊടും പാവം. അപ്പൊ കണ്ടല്ലോ, കാര്യങ്ങൾ കൈവിട്ടു എന്ന് കണ്ടപ്പോ ഫോളോവേഴ്സ് കുത്തനെ കുറയെന്ന് കണ്ടപ്പോൾ പേളി ചേച്ചി സ്വീകരിച്ച ലൈനാണിപ്പത്. ഞാൻ പേളിമാണിയാണെന്നൊക്കെ ഊറ്റം കൊണ്ട് പോസ്റ്റ് ഇട്ടിട്ട് ഇപ്പൊ നമ്മൾ വായിച്ച രീതിക്കാണ് പേളി ചേച്ചി കുറ്റം കണ്ടിരിക്കുന്നത്. പിന്നെ പേളിമാണി പരാജയപ്പെട്ട സംവിധായകൻ എന്ന് പറഞ്ഞത് സിബി മലയിലിനെ അല്ല, അദ്ദേഹത്തിന്റെ മകനെയാണെന്നൊക്കെ പറഞ്ഞ് കുറച്ച് പേര് പേളിമാണിയെ വെളുപ്പിക്കാൻ വന്നിരുന്നു. നിങ്ങൾ വെളുപ്പിക്കാൻ ശ്രമിച്ചതൊക്കെ വെറുതെ, കാര്യം കൈവിട്ട് പോയി എന്ന് കണ്ടപ്പോൾ പേളിമാണി തന്റെ പുതിയ വീഡിയോയിൽ കാര്യങ്ങൾ വിശദീകരിച്ച് പറയുന്നുണ്ട്. അപ്പോ ഈ പേളിമാണി സിബി മലയിലിനെ അല്ല പറഞ്ഞത് എന്നുള്ളവര് ഒന്നും കൂടി പേളി ചേച്ചിയുടെ ആ വീഡിയോ വൃത്തിയായിട്ടൊന്ന് കണ്ടു കഴിഞ്ഞാൽ കാര്യങ്ങൾ മനസ്സിലാവും. ഈ കൺവിൻസിങ് സ്റ്റാർ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ നമുക്ക് സോഷ്യൽ മീഡിയയിൽ കുറച്ച് സ്റ്റാറുകൾ ഉണ്ട് അല്ലെ, ആ ഒരു കൂട്ടത്തിൽ ഈ വെളുപ്പിക്കൽ സ്റ്റാർ എന്ന പോസ്റ്റ് പേളി ചേച്ചിക്ക് തന്നെയാണ് ഏറ്റവും കൂടുതൽ ഇപ്പൊ മാച്ച് ആവുന്നത്. പണ്ട് മുതലേ കാര്യങ്ങൾ ഉൾട്ടയടിച്ച് വെളുപ്പിക്കാൻ അവർ മിടുക്കിയായിരുന്നു. കുറച്ചു പേരുടെ കണ്ണിൽ പൊടിയിട്ട് കുറച്ചു നാൾ അങ്ങനെ നടക്കാനും പറ്റി. പക്ഷെ ഈ തവണ ആള് പെട്ടു. നിലാവ് കണ്ടപ്പോ ഓരിയിട്ട നീലക്കുറുക്കന്റെ അവസ്ഥയായി പേളിക്കും. ഇപ്പോഴുള്ള ഈ കോലാഹലങ്ങൾ കെട്ടടങ്ങാനും നഷ്ടപ്പെട്ട ഫോളോവേഴ്സിനെ തിരിച്ചു പിടിക്കാനും വേണ്ടിയിട്ടല്ലാതെ ആത്മാർത്ഥമായിട്ടാണ് പേളിയുടെ മാപ്പ് പറച്ചിലെങ്കിൽ നല്ലത്. കാരണം നിങ്ങളൊരു മോട്ടിവേഷൻ സ്പീക്കറാണ് പേളി. പരാജയപ്പെട്ട വ്യക്തി എന്ന വാക്ക് നിങ്ങളുടെ നേട്ടത്തിന് വേണ്ടി നിങ്ങൾ ഒരിക്കലും ഉപയോഗിക്കരുതായിരുന്നു. എന്തായാലും മാനത്ത് പൊങ്ങി പറക്കുന്നവർക്ക് മണ്ണിലേക്ക് വരാൻ ചില അവസരങ്ങൾ ഉണ്ടാവുന്നത് നല്ലതാണ്. വളർത്തിയവർക്ക് തന്നെ തളർത്താനും അറിയാമെന്ന ബോധ്യം അപ്പോഴെങ്കിലും ഉണ്ടാകുമല്ലോ. അപ്പൊ ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമന്റ് ചെയ്യണേ. പുതിയൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും വരാം.